stop, and every breath that you breathe takes all that you've got. When you wonder if you're always gonna feel this way, hear the Lord of heaven. I could die a happy man, I'm sure. When you said your last goodbye, I died a little bit inside. I lay in tears in bed all night, alone without you by my side. But if you loved me, why'd you leave me? Take my body, take my body. All I want is, and all I need is to find somebody. I'll find somebody like you. ഇന്ന് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വളരെ മനോഹരമായൊരു സുദിനമാണ് ഇന്ന്. നമ്മുടെ ജസ്വിൻ്റെ മധുരം വെപ്പ് ചടങ്ങുകൾ ആരംഭിക്കുകയാണെന്ന്. അതിലെത്തിച്ചേർന്ന എല്ലാവരെയും നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ ചേർന്ന നമ്മുടെ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകം എല്ലാവർക്കും അറിയാം. ഒരുപാട് ദൂരത്തു നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപാട് ത്യാഗം സഹിച്ചൊക്കെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ കാർമ്മികത്വം ഇന്നത്തെ ചടങ്ങിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ തോമസ് അച്ഛനാണ്. തോമസ് അച്ഛനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുകയാണ്. ജസ്വിൻ ജോസ്വാൾ പ്രത്യേകമായിട്ട് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. ജസ്വിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ഒരു ഒരു കഥാപാത്രമാണ്. നമ്മുടെ കുടുംബത്തിലും എല്ലാവരും നമ്മുടെ കല്യാണം ക്ഷണിക്കാൻ പോയപ്പോഴൊക്കെ പറയുന്നത് ജസ്വിന്റെ കല്യാണം അല്ലേ, ഞാൻ വരും എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഒരു സ്പെഷ്യലാണ്, നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോ അവന്റെ പ്രത്യേകതകളും എല്ലാവരോടും കൂട്ടിച്ചേർത്ത് നിർത്താനും ഒക്കെ ഉള്ള ഒരു പ്രത്യേകത, ഒരു സ്നേഹത്തിന്റെ പ്രത്യേക ഒരു ക്യാരക്ടർ അവനൊക്കെ ദൈവം പ്രത്യേകമായിട്ട് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഷിൽവി ചേച്ചിയോട് ചോദിച്ചു ഒരു ദിവസം ഇങ്ങനെ തമാശ പറഞ്ഞു വന്നപ്പോ, എന്താണ് ഈ ജസ്വിനും ഗോഡ്വിനും എന്താ അങ്ങനെ പേരിട്ടതെന്ന് ചോദിച്ചു. അപ്പോ ചേച്ചി പറഞ്ഞത് ഇതാണ്: ജസ്വിൻ ജീസസ് വിൻ, ഗോഡ്വിൻ ഗോഡ് വിൻ. ഈശോ ജയിക്കട്ടെ, ദൈവം ജയിക്കട്ടെ, അതാണ് അവരുടെ പേരിന്റെ അർത്ഥം. അവരുടെ രണ്ടുപേരുടെയും പേര് അങ്ങനെയാണ് ഇട്ടതെന്നാണ് പറയുന്നത്. അപ്പൊ അന്ന് പോലെ ഞാൻ ഓർക്കുമായിരുന്നു, അവന്റെ ജസ്വിന്റെ കാര്യത്തിലാണെങ്കിലും ഗോഡ്വിന്റെ കാര്യത്തിലാണെങ്കിലും ദൈവം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്നു, കൈപിടിച്ച് നടത്തുന്നുണ്ടായിരുന്നു, വിജയിപ്പിക്കുന്നുണ്ടായിരുന്നു. അവരുടെ വിജയത്തിൽ എപ്പോഴും ഈശോ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു അവസരമാണ്. അപ്പൊ ആദ്യമായിട്ട് തന്നെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ ചടങ്ങിലേക്ക് കടക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഈ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഇന്നിവിടെ വന്നെത്തിയിരിക്കുന്ന എല്ലാവർക്കും, പല വിധത്തിൽ വരാൻ ആഗ്രഹമുണ്ടായിട്ടും എത്തിച്ചേരാൻ പറ്റാത്തവരെയും യാത്രയിലായിരിക്കുന്നവരെയും എല്ലാം പ്രത്യേകമായി അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരോരോരുത്തരെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരെ ഓരോരുത്തരും യാത്രകളിലുള്ളവരുണ്ട്. അപ്പോ അവരെല്ലാവരെയും വഴി നടത്തണമേ, കാത്തു പരിപാലിക്കണമേ എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഏറ്റവും അടുത്തുള്ള പലരും ഇലക്ഷൻ ഡ്യൂട്ടിയിലാണ്. രാത്രി 10, 11, 12 മണിയൊക്കെ ആകുമ്പോൾ അവർ വീട്ടിൽ വരെ തിരിച്ചെത്തുള്ളൂ. അപ്പൊ അവരുടെ എല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. എൽസി ചേച്ചി ഒന്നും എത്തിയിട്ടില്ല, സന്തോഷം എത്തിയിട്ടില്ല. അപ്പൊ പ്രധാനപ്പെട്ട പലരും ഇലക്ഷൻ ഡ്യൂട്ടിയിലൊക്കെയാണ്. അപ്പൊ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവരെല്ലാവരും ജസ്വിനെ ഓർക്കുന്നുണ്ടാവും, അവനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് അറിയാം. അപ്പൊ എല്ലാവരെയും പ്രത്യേകമായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം, ഈശോ ദൈവമായ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ
നമ്മുടെ ജസ്വിന്റെ ജീവിതത്തിൽ അവർക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഷിൽവി ചേച്ചി ഇപ്പൊ കൂടെയില്ല, ചാച്ചൻ കൂടെയില്ല. അപ്പൊ അവരെ നമ്മുടെ പരിചയം എല്ലാ പൂർവ്വപിതാക്കളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ ചാച്ചനുണ്ട്, ചാച്ചനുണ്ട്, അമ്മയുണ്ട്, ഷിൽവി ചേച്ചി കുടുംബത്തിൽ, നമ്മുടെ ഓരോ കുടുംബത്തിൽ നിന്നും മരിച്ചു പോയിട്ടുള്ള എല്ലാ പൂർവ്വപിതാക്കളെയും നമുക്ക് ഓർക്കാം. അവരുടെയൊക്കെ അനുഗ്രഹവും മധ്യസ്ഥവും ഒക്കെയാണ് നമ്മളെ ഇതിലേക്ക് വളർത്തിക്കൊണ്ടുവന്നതും. നമ്മുടെ എല്ലാ മക്കളും തന്നെ, എല്ലാവരും തന്നെ, എല്ലാ കുടുംബവും തന്നെ ഇപ്പോൾ ഒരു നല്ലൊരു ലെവലിൽ എത്തിച്ചേർന്നിരിക്കുന്നതിന് കാരണം ഈ പൂർവ്വപിതാക്കളുടെ പ്രാർത്ഥനയും അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെയാണ്. അപ്പൊ അവരെ ഒരു നിമിഷം നമുക്ക് മൗനമായി അവരെ എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവവചനത്തിൽ നിന്നും ഒരു ചെറിയൊരു ഭാഗം വായിച്ചു കേൾക്കാം. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ സ്ഥലത്തുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവർ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളുമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും ഈ കാനായിലെ കല്യാണ വിരുന്നിന്റെ കഥ പറഞ്ഞ് ചേട്ടന്മാരെല്ലാം ന്യായീകരിക്കുന്നതാണെങ്കിലും വീഞ്ഞ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ആ ഒരു സ്പിരിറ്റാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, ഇൻലോസ് തമ്മിലുള്ള ബന്ധം, അവര് തമ്മിൽ മക്കളും മരുമക്കളും തമ്മിലുള്ള ബന്ധം, ആ ബന്ധമാണ് യഥാർത്ഥത്തിലുള്ള വീഞ്ഞ് എന്ന് പറയുന്നത്. ആ ലഹരി എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയാല് ആ കുടുംബത്തില് ബന്ധങ്ങൾ തകരുന്നു, സ്നേഹബന്ധം കുറയുന്നു, അതില് കുറവ് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ചെയ്യേണ്ടത്? അപ്പോഴാണ് നാം പ്രാർത്ഥിക്കുന്ന സമയം. ഈശോ മാതാവ് നമ്മുടെ കുടുംബത്തിൽ ഇടപെടും, നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അപ്പൊ അവരോടുള്ള പ്രാർത്ഥനയിൽ നമ്മുടെ കുടുംബത്തില് ഈ സ്നേഹബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുവാൻ, അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതാണ് വീഞ്ഞ് വീണ്ടും നിറയ്ക്കുവാൻ. അത് ദൈവത്തിന്റെ ആശീർവാദമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരിക്കാം, പല കാര്യങ്ങളും ഓർത്തു വെച്ചതാണെങ്കിലും ചിലത് മറന്നു പോയിട്ടുണ്ടായിരിക്കാം. എല്ലാം നോക്കി നടത്തണമേ, ഒരു കുറവും വരുത്താതെ കാത്ത് പരിപാലിക്കണമേ, അനുകൂലമായ കാലാവസ്ഥ നൽകണമേ, എല്ലാവർക്കും സുഖവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലായിടത്തും മധുരം വെക്കുക, കേക്ക് മുറിക്കുക, പിന്നെ നമ്മുടെ പ്രത്യേകമായിട്ട് ക്രിസ്ത്യൻ ഫാമിലികളിലുള്ള പ്രത്യേക ചടങ്ങ് തന്നെയാണ് മധുരം വെക്കട്ടെ എന്ന് ചോദിച്ച് മധുരം വെക്കുമെന്നുള്ളത്. അപ്പം മധുരം വെക്കുന്ന അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ മൂത്ത ചേച്ചിയും അളിയനുമാണ്. അവരെ രണ്ടുപേരെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അവരാണ് അനുവാദമൊക്കെ ചോദിച്ച് മധുരം വെക്കാനുള്ള പ്രോസസ്സിലൊക്കെ കടന്നു പോകേണ്ടത്. കയ്യൊക്കെ അടിച്ചോ? ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ. മധുരം വെക്കട്ടെ, ജസ്വിന് മധുരം വെക്കട്ടെ. Feels like I've been driving in the dark, counting every car, thinking of you. I've been walking circles in my room, nowhere to move, waiting for you. And if you could just say the words, I won't be hurt, I won't be hurt. And no, I know it's you dress like the movies, an 80-something vibe, and no one knows what you're hiding, baby.
baby, but I just think I might. With every conversation, you're pulling at my heart. Just like a movie, the end is where we start. I wish that I was living in your dreams, swimming in the sea of nothing but you. If only you were thinking it too. Come close to me and I'll make it true. And if you could just say the words, we'll take the turn, we'll take the turn. And all I know is you dress like the movies in 80-something vibe. No one knows what you're hiding, baby, but I just think I might. With every conversation, you're pulling at my heart. Just like a movie, the end is where we start. Where we start. Where we start. Where we start. The end is where we start. If you know what you want, can you let me in your heart? In your heart, the end is where we. You dress like the movies, an 80-something vibe, and no one knows what you're hiding, baby, but I just think I might. With every conversation, you're pulling at my heart. Just like a movie, the end is where we start. The end is where we start. Love is lost and love is found. It gets you high, then pulls you down. It brings you to your knees, then comes and sweeps you off your feet. Love is blind but helps you see. It makes you cry, makes you believe. It spins you round and round, then puts you back on stable ground. But I would do it all. I would do it all. I would do it all again with you. Love is wrong and love is right. It's a patient heart with tired eyes. It'll bring you to the end and show you where your life begins. But I would do it all. I would do it all.
ജോസേട്ടന്റെ കൂടെ അമ്പലവയലിൽ പഠിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഈ ഒരു പാട്ടുപരിപാടി ഇവിടെ സ്നേഹോപഹാരമായി ജോസ്ഫിനെ എന്ന് ഓർക്കുന്നതിന് വേണ്ടിയാണ് ഈ പാട്ടുപരിപാടി ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ജോസേട്ടന്റെ കൂട്ടുകാർ എന്നുള്ള നിലയ്ക്ക് കൂട്ടുകാരുടെ ഒരു ഉപഹാരമായിട്ടാണ് ഞങ്ങൾ ഈ പാട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ നാടൻ പാട്ടുകാരാണ്. ഇവരാരും കൈയടിക്കണില്ല, പാടണില്ല. പിന്നെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് പാടുന്നത്? നിങ്ങൾ കുടുംബക്കാരാണെന്ന് പറഞ്ഞോണ്ട് എന്ത് കുടുംബക്കാരാണ്? ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൂടെ ചേരാനത്തെ കുടുംബക്കാരോ? കൈയടിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണോ വന്നത്? നാണക്കറാണ്. ൊരു കത്തലാണ്. ഒരു പൂ കണ്ടോ, പൂവിൻ കണ്ണു നിറഞ്ഞ കണ്ടോ, ആരാട്ടുകൾക്കതുറങ്ങിയ കുഞ്ഞിൻ പഴങ്കഥ കേട്ടതാവാം. ചെയ്താരോ തകതിനന്തക ചെയ്താരോ ആത്തിനന്തക തകതിനന്തക തകതിനന്തക ചെയ്താരോ ഒരു പറന്നെല്ലു പൊലിച്ച് കാതുകുത്താനൊക്കവരും അമ്മാവന്മാരു പൊന്നേ, കാതുകുത്താനൊക്കവരും അമ്മാവന്മാരു പൊന്നേ. തങ്ങാടി ഷാപ്പിന്റെ കള്ള നിറയെ കള്ളുമടിച്ച് ആടിയപ്പവരും നിങ്ങളമാരു പൊന്നേ. കള്ള നിറയെ കള്ളുമടിച്ച് ആടിയപ്പവരും നിങ്ങളമാരു പൊന്നേ. കാതിറുമ്മിക്കാരമുള്ളവന് കാതുകുത്തണ നേരോ, കാതിറുമ്മിക്കാരമുള്ളവന് കാതുകുത്തണ നേരോ, നോമ്പോ പച്ചല നോക്കിയിരുന്ന മതി എന്റെ പൊന്നേ, നോമ്പോ പച്ചല നോക്കിയിരുന്ന മതി എന്റെ പൊന്നേ. അമ്മാവന്മാരു പൊന്നേ, അതുകുത്താനപ്പവരും അമ്മാവന്മാരു പൊന്നേ. കാണാൻ എന്തൊരു തന്നാടി കുഞ്ഞിക്കിരുതേ പെണ്ണേ, നിന്നെ കാണാൻ എന്തൊരു തന്നാടി കുഞ്ഞിക്കിരുതേ പെണ്ണേ. പായൊരു പറന്നെല്ലു പൊലിച്ച് അതുകുത്താനപ്പവരും അമ്മാവന്മാരു പൊന്നേ, അതുകുത്താനപ്പവരും അമ്മാവന്മാരു പൊന്നേ. വൈത്തിരിക്കാരനാണ് നമ്മുടെ കൂടെ ഇവിടെ വന്നപ്പോൾ ഞാൻ അസത്യം ഞാൻ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് മാത്യൂസ് ഇവിടെ എത്തിയതെന്നായിരുന്നു. അപ്പോൾ പറഞ്ഞ് ജോസിൻ്റെ കൂടെ ജോസിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നൊക്കെ വിവരം അറിഞ്ഞു. പക്ഷേ ഈ മാത്യൂസ് നമ്മൾ കാണുന്ന പോലെ ഈ ചെറിയൊരു ഗ്രൂപ്പിൽ നിൽക്കുന്ന ഒരാളല്ല. ഇദ്ദേഹം ഒരു ഇന്റർനാഷണൽ ഫിഗറാണ്. അതാർക്കും അറിയില്ല. അതൊന്ന് പറയണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങൾ ഒരുപാട് മേഖലകളിൽ ഒരുപാട് ഒരുമിച്ച് പോയിട്ടുള്ള ആൾക്കാരാണ്. അദ്ദേഹം ഒരു അന്തർദേശീയ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ്. ഫോക്ലോറിന്റെ ഒരു ഇന്റർനാഷണൽ ഫാക്കൽറ്റിയാണ്.
അത് ആർക്കും അറിയില്ല. നമ്മൾ കാണുന്ന പോലെ ഇപ്പോൾ കാണുന്ന ഈ ചെറിയ നാടൻപാട്ടുപാടി നമ്മുടെ കൂടെ കൂടിയ ഒരു മാത്യൂസ് അല്ല ഒറിജിനൽ മാത്യൂസ് എന്ന് പറയുന്നത്. കാരണം ന്യൂയോർക്കിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഫോക്ലോർ ഗവേഷണ പ്രബന്ധങ്ങളും സെമിനാറുകളും നടക്കുമ്പോൾ അതിൽ സ്ഥിരം ക്ഷണിതാവും അതിൽ പ്രബന്ധം അവതരിപ്പിക്കുന്ന ഒരാളാണ് നമ്മുടെ മാത്യൂസ്. നമ്മുടെ വയനാടിന് അഭിമാനമാണ്. തീർച്ചയായിട്ടും നാടൻപാട്ട് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് തീർച്ചയായിട്ടും എന്താണ് എന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി ഓരോ പാട്ടിൻ്റെയും ഒറിജിൻ അതിൻ്റെ എങ്ങനെയാണ് ആ സാധനം വന്നത് എന്നതടക്കം വിവരിച്ച് പറയാൻ പറ്റുന്ന ഒരു അതോറിറ്റിയാണ് മാത്യൂസ്. അപ്പോൾ എല്ലാ പിന്നെ നല്ല വാക്കും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത പാട്ട് പാടുമ്പോൾ എല്ലാവരും പാടണം കേട്ടോ, അല്ലാണ്ട് പറ്റില്ല. അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. മുത്തു കണ്ട് ചുറ്റി കണ്ട് മുത്തോല കുടയും കണ്ടേ, ഒരു മുത്തുവിടുന്ന പെണ്ണിനെ കണ്ടേ, മുത്തു കണ്ട് ചുറ്റി കണ്ട് മുത്തോല കുടയും കണ്ടേ, ഒരു മുത്തുവിടുന്ന പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഉച്ചു കണ്ട് കൊട്ട കണ്ട് കൊത്തിയിലഴി മുഖം കണ്ടേ, ഒരു കൊച്ചുകാരി പെണ്ണിനെ കണ്ടേ, ഉച്ചു കണ്ട് കൊട്ട കണ്ട് കൊത്തിയിലഴി മുഖം കണ്ടേ, ഒരു കൊച്ചുകാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, അമ്പലപ്പുഴ വേലയും കണ്ടേ, കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, അമ്പലപ്പുഴ വേലയും കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഒരു മധുരകിനാവിൻ ലഹരിയിലെങ്ങും ഉടമുല്ലപ്പൂവിരിഞ്ഞു, അതിലായിരമാശകളായൊരു പൊന്മലനീ വീമ്പണ്ടു ഞാൻ അലരേ, വീമ്പണ്ടു ഞാൻ. ഒരു മധുരകിനാവിൻ ലഹരിയിലെങ്ങും ഉടമുല്ലപ്പൂവിരിഞ്ഞു, അതിലായിരമാശകളായൊരു പൊന്മലനീ വീമ്പണ്ടു ഞാൻ അലരേ, വീമ്പണ്ടു ഞാൻ. അധരമമൃത ജലശേഖരം നയനമദന ശിശിരാമൃതം, ചിരിമണികൾ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ, ചുരുൾ ചായൽ എന്തൊരു നാദം എന്തൊരാവേശം, ഒന്നാകുവാൻ അഴകേ ഒന്നാകുവാൻ. ഉടമുല്ലപ്പൂവിരിഞ്ഞു, അതിനായിരമാശകളായൊരു പൊന്മലനീ വീമ്പണ്ടു ഞാൻ അലരേ, വീമ്പണ്ടു ഞാൻ.
വെൺപുലരികൾ പൊൻകസവിടും ഇന്ദ്രനീലമേഘത്തിന്റെ കൂത്തുപോയ ഹംസമായി മഞ്ഞുരുകിയ മഞ്ചിമിഴിലെ മന്ദഹാസദീപ്തിയോടെ നീ എനിക്കു തുമ്പയായി മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമല മൊഴി തിരയുകയായി മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമല മൊഴി നിലവിലെ ജലഗലികളിൽ ഉണരു വലിയ പ്രണയകരിടുമൊരു കടലിലെ ഗസലിൽ അലിയു മനസ്സമായി നിലവിലെ ജലഗലികളിൽ ഉണരു വലിയ പ്രണയകരിടുമൊരു കടലിലെ ഗസലിൽ അലിയു മനസ്സമായി മൃദു ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടർഗരംഗവേദി മംഗളാരവം ചെക്കനുമെന്നും ടെൻഷനടിച്ച് ചങ്കുപറിച്ചു ചേർന്നൊരു കല്യാണം ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം ചെക്കനുമെന്നും ടെൻഷനടിച്ച് ചങ്കുപറിച്ച് ചേർന്നൊരു കല്യാണം torn down, full of aching. Somehow, our youth would take the blame. Worn out, the way we let it stay. Taught how to celebrate it all out. I'd replicate your pain. I could make it all feel far away. I would raise my age out of this place, separate while you're close for a better run. I was told
closed home. Slide on life path, so you never know and never own. Ain't it funny how we went nowhere? Took the breath from my open mouth. Never known how it broke me down. I went in circles somewhere else. Shook the best when your love was home. ആത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സുഖവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സുഖവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിക്കുമാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാശീസുന്നു മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നേഹനാഥനായ ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. സ്നേഹനാഥനായ ഈശോയെ, ഇന്നേ ദിവസം വിവാഹം എന്ന ഉദാശ വഴി പുതിയൊരു കുടുംബജീവിതം ആരംഭിക്കുവാൻ തയ്യാറെടുത്തിരിക്കുന്ന ജസ്മിനെയും റോസ്നെയെയും ഞങ്ങളുടെ ജനങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, കരുണയായിരിക്കണമേ. ഈ കുടുംബത്തിൻ്റെ മേൽ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആരംഭിക്കാനിരിക്കുന്ന കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥ, ഇന്നുവരെ ഞങ്ങളെ വഴി നടത്തിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ജസ്മിനെ പ്രത്യേകമായിട്ട് നടത്തിയതിനോർത്ത്, വഴി നടത്തിയതിനോർത്ത്, ജീവിതകാലം മുഴുവൻ കാത്തു പരിപാലിച്ചതിനോർത്ത് ഈശോയെ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ എല്ലാ ബന്ധുക്കളെയും മിത്രങ്ങളെയും അയൽക്കാരെയും എല്ലാം അങ്ങനത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ജസ്മിൻ്റെ ജീവിതത്തിൽ നേരിട്ടും അല്ലാതെയും എല്ലാം സഹായിച്ചിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അങ്ങനെ അനുഗ്രഹത്തിനായിട്ട് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ വിധത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ വിധത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തിരുവചനം ശ്രവിക്കാം. വിശുദ്ധ പൗലോസ് ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5:22 മുതലുള്ള തിരുവചനങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായി ജീവിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെയും ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതിനാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൻ കളങ്കരഹിതനും പരിശുദ്ധവുമായിരിക്കുന്നതിനും വേണ്ടിയാണ്.
അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. Hold on, in your hold on, bring me forward.
ഇവരെ രണ്ടുപേരെയും കർത്താവ് ഒന്നിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ രണ്ടല്ല, നിങ്ങൾ ഏകരാണ് എന്ന് കർത്താവ് യോജിപ്പിക്കുകയാണ്. ശേഷം കർത്താവ് പറയുന്നത്, കർത്താവ് യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇപ്പോൾ ഒരു കാരണത്താലും വേർപെടുത്തുന്ന ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്നുള്ള തികഞ്ഞ ബോധ്യത്തോടു കൂടിയാണ് കർത്താവ് നിങ്ങളെ ഇന്ന് ദമ്പതിമാരായിട്ട് യോജിപ്പിക്കുക. ഈ പ്രധാനപ്പെട്ട ഈ മനോഹരമായ ദിവസം ജസ്മിനെയും റോസിനെയും ഒന്നിപ്പിക്കുവാൻ വേണ്ടി കർത്താവാണ് ഇവിടെ ഈ തിരുക്കർമ്മങ്ങൾ പരിക്രമം ചെയ്യുന്നതെങ്കിലും മനുഷ്യകരങ്ങളിലൂടെയാണ്, സാന്നിധ്യത്തിലൂടെയാണ് ഇത് പരിക്രമം ചെയ്യപ്പെടുക. നമുക്ക് വേണ്ടി ബലി അർപ്പിക്കുവാനായിട്ട് ഈ കൂദാശ പരിക്രമം ചെയ്യുവാൻ വേണ്ടി നമ്മളോടൊപ്പമായിരിക്കുന്ന വൈദികരെ പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ജസ്മിനും റോസിനെയും ഏറ്റവും അടുത്ത പരിചയമുള്ള വൈദികരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാധീനം, ആത്മീയ തലത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഈ വൈദികർ തോമസ് നെല്ലാനിക്കാട്ടച്ചൻ, അതുപോലെ ജോഡ്സൺ, അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ജോഡ്സൺ അച്ഛൻ, നെല്ലാനിക്കാട്ടച്ചൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അച്ഛനാണ് ഫാദർ അജിത്ത് അഗസ്റ്റിൻ. അച്ഛനോട് പറയേണ്ട ആവശ്യമില്ല, അച്ഛനാണ് ഇവർ കാനഡ മുതൽ നേരത്തെ മുതൽ പരിചയമുള്ള ആളും ഇവിടെ ഇനിയും തുടർന്നുള്ള ഇവരുടെ ജീവിതയാത്രയിൽ അച്ഛൻ അകമ്പടി സേവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. Oh,
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ആശ്രയെന്ന് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കുമായി ഉദാസ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനതയെയും പിതൃഗൃഹത്തെയും മറന്നു കളയുക. ഞങ്ങൾ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടി ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെ നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന വിശുദ്ധ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായുടെ ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹ തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭയെ എന്ന പോലെ അവനതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും മിശിഹായോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകമകിലം നൽകാം ദൈവശക്തിയിൽ നിറയോ
അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും നേരത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുക ആധുനിക യുഗത്തിൽ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും അതേസമയം ഏറ്റവും മൂല്യമുള്ളതുമായ ഒരു ഉദാസീനയാണ് നമ്മൾ പങ്കെടുക്കുക. ഒരുപക്ഷെ വൈദികരായ നിങ്ങളോടൊക്കെ ചോദിച്ചാൽ ഉദാസ പരികരണം ചെയ്യുന്നതിൽ ഏറ്റവും ഭയമുള്ള ഉദാസീന ഏതാണെന്ന് ചോദിച്ചാൽ അത് വിവാഹമാണ്. ഉദാസീന വിവാഹം എന്ന ഉദാസ 2 വ്യത്യസ്ത സ്വഭാവമുള്ള 2 വ്യക്തികൾ പരസ്പരം ജീവിച്ചു കൊള്ളാമെന്ന് ദൈവത്തിന് മുമ്പാകെ പ്രതിജ്ഞയെടുത്തുകൊണ്ട് ജീവിതാവസാനം വരെ ദുഃഖത്തിലും കഷ്ടതയിലും ബുദ്ധിമുട്ടുകളിലും എല്ലാ സുഖസന്തോഷങ്ങളിലും കൂടെ നിൽക്കുവാൻ, ഒരുമിച്ച് ജീവിക്കുവാനുള്ള പ്രതിജ്ഞ തീരുമാനമെടുക്കാൻ, വേണം തിരിച്ചു പോകാൻ ഒക്കെ അവസരം നമ്മുടെ മുമ്പിൽ ഒന്നിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുത്ത് ഇവിടെ ആദരിക്കുന്ന മുസ്ലിം ആ ഉറച്ച തീരുമാനത്തോടുകൂടിയാണ് ഇന്ന് സഭയുടെ മുമ്പിൽ ഈ സത്യം ഏറ്റുപറയുക, ഈ ഉദാസ സ്വീകരിക്കുക എന്ന് ഈ അവസരത്തിൽ ഇവരെ വളർത്തി വലുതാക്കിയ ഈ ഉദാസയിലേക്ക് ഇവരെ കൈപിടിച്ചുയർത്തിയ ഇവരുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും നമുക്ക് വളർത്താൻ അവരെ നന്ദിയോടുകൂടി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം. ഇവിടെ കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ കൗതാശികപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവാം. അതിൻ്റെ പൂർണ്ണ മൂല്യത്തോടുകൂടി കാത്തു സൂക്ഷിക്കാനായിട്ട് ഞാൻ അവരുടെയും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുട്ടിയിൽ എല്ലാവരുടെയും ഉത്തരവാദിത്തമുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, വലിയ ആഘോഷം ഞങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ മനോഹരമായിട്ട് ആത്മവ്യവസ്ഥയിൽ അവർ വളരെ നല്ല വീഡിയോസൊക്കെ ഉണ്ടാക്കിയത് ഉറച്ചു നിൽക്കേണ്ടത് ദൈവവിശ്വാസവും അതിൻ്റെ സ്നേഹവും അത് നഷ്ടപ്പെട്ടു. കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടാകും. ദിവസവും പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും. എത്ര തിരക്കായാലും ഒരു 5 മിനിറ്റെങ്കിലും നമ്മുടെ
ജീവിതത്തിൽ ഈ ആവശ്യവും ഈ സന്തോഷവും മരണം വരെ നിങ്ങളോടുണ്ടായിരിക്കാനുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാർ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ ഉദാശിയെ ഓരോരുത്തരും ഈ പള്ളിയുടെ എത്തിച്ചേരുന്നത് മാതാപിതാക്കന്മാർ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഈ സന്തോഷപ്പെടുത്തുവാനുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സ്നേഹ വിശ്വാസത്തോടെ ഈ പരിശുദ്ധ വിജയകരമായി നീക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ നാശത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തരാകണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ റോസ്നയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. റോസ്ന, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജസ്വിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി ലഭിക്കട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പരം സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കല്യാണ രൂപനാ
യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. സദ്ഗുണവതിയാം സാരയുമൊപ്പം സൗഭാഗ്യവാനാം ഭൂവ്യാസം പാവനമാം സ്നേഹവേദി ചൊല്ലുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുക. ഇന്നു മുതൽ മരണം വരെയും സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുലിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിരതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിലിവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മാറിയ യോസേപ്പിൻ്റെയും
മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായ നീക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാദമെന്ന ഉദാസീനമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. സന്താന സൗഭാഗ്യമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായി നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യമേറെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വകീയ മണവറയോടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Plowing on, vanish and love, valley born. We forceful jump under the lining up. Boiling blood, trigger ether, sink above. Burning car, cipher rapture, see it all. Hold your charm, hold your charm. It's probably nothing, but it's been on my mind sometime and I can't let it go. I know there's gotta be something that I could say in time, but I can't find the words. Keep me on fire. Keep me
a moment to live in, and I'm hoping it stays a while in this place you're in. And I froze, and I reckon I missed it when all of the rain came down in the shape of everything. So keep me on fire. അതോടുകൂടി ജസ്റ്റിന്റെയും റോസ്ലിയുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കളും സഹോദരങ്ങളുടെ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിവാഹ ആഘോഷത്തിന് ജസ്റ്റിന്റെയും റോസ്ലിയുടെയും ബിഗ് പ്ലേക്ക് കൂടുതൽ മാധുര്യം പകരാനായിട്ട് കൈകൊട്ടിക്കളിയുടെയും മാളികപ്പുറം കടവഴി കൈകൊട്ടിക്കളി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും ആസ്വദിക്കാവുന്നതാണ്.
സഹോദരങ്ങളും സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ്. കാനഡയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കനേഡിയൻ ഫെഡറൽ ഗവൺമെന്റ് റിസോഴ്സ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം ഏഞ്ചൽ മറിയ, ഗോഡ്വിൻ, അന്ന എന്നീ 3 സഹോദരങ്ങൾ കൂടിയുണ്ട്. ജോസ്ഫിന്, റോസ്ന നമ്മുടെ നെല്ലാനിക്കാട്ട് കുടുംബത്തിലെ പുതിയ അംഗമാണ്. മൈലപ്ര ചെറുകലായ വീട്ടിൽ സാമുവൽ റോസമ്മ ദമ്പതികളുടെ മകളാണ് റോസ്ന. മൈലപ്ര മൗണ്ട് വെലറി ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് റോസ്ന പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിനുശേഷം BSW കൊടുത്തു. ഉന്നത പഠനത്തിനായി കാനഡയിലേക്ക് പോയി. കാംബ്രിയൻ കോളേജിൽ നിന്നും സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി സോഷ്യൽ വർക്കറായി ഇപ്പോൾ കാനഡയിൽ തന്നെ ജോലി ചെയ്യുകയാണ്. പ്രിയപ്പെട്ട റോസ്നെ നെല്ലാനിക്കാട്ട് കുടുംബത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജസ്വിനും റോസ്ലിയും അവരുടെ ജീവിതയാത്ര ഒരുമിച്ച് ആരംഭിക്കുമ്പോൾ നാം പ്രതീകാത്മകമായി കുറച്ച് ചടങ്ങുകൾ ഇവിടെ വേദിയിൽ നടത്തേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് പ്രിയപ്പെട്ട ജസ്വിന്റെയും റോസ്ലിയുടെയും ഒരിക്കൽ കൂടി അവർക്ക് അഭിനന്ദനം നേടുകയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നേടുകയാണ്, ആശംസകൾ അറിയിക്കുകയാണ്. പുതിയൊരു ജീവിതം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. പ്രകാശത്തിന്റെ ഒരു വെളിച്ചം എന്നും അവരുടെ കൂടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. അടുത്തതായി ജസ്മിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ക്ഷണിക്കുകയാണ്. 2 പേരും കൂടെ ഒരുമിച്ച് വന്ന് തിരികഴിക്കേണ്ടതാണ്. കൈയടിക്കാം, നമുക്ക് എല്ലാവർക്കും കൈയടിക്കാം. ഒരുമിച്ച് തിരികൊളുത്തുകയാണ് നവദമ്പതികൾ. കൈയടിക്കാം നമുക്ക്. യെസ്, ദമ്പതികൾ ആസ്വദിക്കുന്ന സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രതീകമാണ് കേക്ക്. വധൂവരന്മാർ കേക്ക് മുറിക്കാൻ പോവുകയാണ്. 2 പേര് ചേർന്ന് കേക്ക് മുറിക്കുക. അതിനുശേഷം പരസ്പരം നൽകുക. കേക്ക് മുറിക്കുകയാണ്. നമുക്ക് കൈയടിക്കാം. ജസ്വിനും റോസ്ലിയും ഒരുമിച്ച് അവരുടെ ജീവിതം ആരംഭിക്കുമ്പോൾ 2 പേരും ഒരുമിച്ച് കേക്ക് മുറിച്ച് പരസ്പരം കൈമാറുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതിനുശേഷം ജസ്വിൻ റോസ്ലിയുടെ മാതാപിതാക്കൾക്കും റോസ്ന ജസ്വിന്റെ മാതാപിതാക്കൾക്കും കേക്ക് കൊടുക്കേണ്ടതാണ്. ജസ്വിൻ റോസ്ലിയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് കേക്ക് നൽകിയ മധുരം നൽകുകയാണ്. മാധുര്യപൂർവ്വം ജസ്വിനെയും റോസ്നെയും ജസ്വിന്റെ മാതാപിതാക്കൾക്ക് മധുരം നൽകുകയാണ്. സഹോദരങ്ങൾക്കും റോസ്ന ജസ്വിന്റെ സഹോദരികൾക്കും മധുരം നൽകുകയാണ്. So lovely. ഇവിടെ സിംബോളിക് ആയിട്ടാണ് ഉപയോഗിക്കുന്നുണ്ട്. വധൂവരന്മാർ പരസ്പരം കൈമാറുകയാണ്. ദമ്പതിമാർക്ക് ആരോഗ്യവും സന്തോഷവും ആശംസിക്കുകയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. Congratulations dear Jasmine and Rosna, all the very best and wish you a happy married life. Before the throne of God above, I have a strong and perfect plea, a great high priest whose name is love, whoever lives and pleads for me. My name is graven on his hands, my name is written
said out loud. Just try and go there if you can. Show me the parts of you you're not that proud of. I wanna know I'm just a man. How have you know that I have good and bad days? Come on now, love, don't be naive. Lay out our cards and you'll see all my mistakes. Well, I don't mind while you're with me. When have I fallen? Am I crawling on my knees? Here I'm calling in the hope that you'll see me. Voice inside of me has lost its breath. It's far too tired to sing at ease. All of the things I never said out loud, they will remain inside of me. And I've fallen. Naomi, she sits on her 7th orbit, where I'm on her wavelength, I'm out of her head. My mind is with her on morning and evening, but I can't bear the thought. Postures in you, made no further plans, just left out of the blue. This house is colder than it seems. This house has got a way of making me feel small. It's 6 foot tall. I'd be lying if I told you I never say your name. When I go and close my eyes at the end of every day. And I'd be wrong if I said that I never wonder why. Now I won't ever try. I don't know why, but I can only smile for you.
so disarmed that I lose track of time with you. Living inside of a world that's just made for us. Sometimes you whisper to me, but it's never enough. Tell me, what did you do? Isn't it true? I'm someone new when I'm with you. Say it again, soft like your hands, sweeter than honey. When do we land? Now I'm awake and I'm not trying to run away. I've seen everything through your eyes and I wanna stay. Something about you just lingers in all my dreams, leaving behind all the things that now don't have a place for me. What did you do? Isn't it true? I'm someone new when I'm with you. Say it again, soft like your hands, sweeter than honey. When do we land? If rainy days don't fall on me, then the sun won't ever come. And if the moon don't shine at night, another day is never done. But now I know my time is gonna go. So take my hand, nice and slow. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്തിൽ ഫലമായി ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനും പരിശുദ്ധാത്മാവും. Every night I've been thinking about you, wondering where the world you could be. Do you ever just look out the window? You see the same stars as me, with the moon laying up in the sky and time blowing by. I remember watching all the lights go, just riding through the middle of the night, and thinking this will last forever and everything could be alright. With the moon laying up in the sky and time blowing by. With the moon laying up in the sky and time blowing by.
calling home. I've been trying to get along without you, but your memory won't leave me alone. With the moon laying up in the sky and time blowing